എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024-25-26 വർഷത്തെ സ്പോർട്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. 100 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഒ.ജെ. ജനീഷ്. ഒ.ജെ. ജനീഷാണ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തലശ്ശേരി. തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സെക്രട്ടറി. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സെക്രട്ടറി എസ്. രാജീവ് കുമാർ. എസ്. രാജീവ് കുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സെക്രട്ടറി. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി. സുനിൽകുമാർ. വി. സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് പി.ടി. ഉഷ. പി.ടി. ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി നിയമിതനായത്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി നിയമിതനായത് ബഹദൂർ സിംഗ്. ബഹദൂർ സിംഗ് ആണ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി നിയമിതനായത്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ജി. വി. രാജ. ജി. വി. രാജയാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ്. 2023-24 വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കായിക പുരസ്കാരമായ ജി. വി. രാജ അവാർഡിന് അർഹരായ കായിക താരങ്ങൾ ആരൊക്കെയാണ്? 2023-24 ജി. വി. രാജ അവാർഡിന് അർഹരായ കായിക താരങ്ങൾ ആരൊക്കെയാണ്? മുഹമ്മദ് അജ്മൽ, ആൻസി സോജൻ. മുഹമ്മദ് അജ്മലും ആൻസി സോജനുമാണ് 2023-24 വർഷത്തെ ജി. വി. രാജ അവാർഡിന് അർഹരായ കായിക താരങ്ങൾ. ഖോ-ഖോയുടെ ജന്മദേശം. ഖോ-ഖോയുടെ ജന്മദേശം ഇന്ത്യ. ഇന്ത്യയാണ് ഖോ-ഖോയുടെ ജന്മദേശം. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി. 38ാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി. 2024 മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2024 മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡി. ഗുകേഷ്, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. ഡി. ഗുകേഷ്, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ എന്നിവർക്കാണ് 2024 മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചത്. ദ്രോണാചാര്യ അവാർഡ് 2024 ലഭിച്ചത് ആർക്കൊക്കെയാണ്? ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് 2024 ആർക്കൊക്കെയാണ്? സുഭാഷ് റാണ, ദീപാലി ദേശ്പാണ്ഡെ, സന്ദീപ് സഗ്വാൻ. സുഭാഷ് റാണയ്ക്ക് പാരാഷൂട്ടിങ്ങിനും ദീപാലി ദേശ്പാണ്ഡെ ഷൂട്ടിങ്ങിനും സന്ദീപ് സഗ്വാൻ ഹോക്കിക്കുമാണ് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കൊക്കെയാണ്? ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കൊക്കെയാണ്? എസ്. മുരളീധരൻ, അർമാൻഡോ കൊളാസോ. എസ്. മുരളീധരന് ബാഡ്മിൻ്റണിനും അർമാൻഡോ കൊളാസോയ്ക്ക് ഫുട്ബോളിനുമാണ് ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത്. 2024 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ചത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യക്കാണ് 2024 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ചത്.
ദേശീയ സീനിയർ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായത്? ദേശീയ സീനിയർ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ്? കേരളമാണ് ദേശീയ സീനിയർ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായത്. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? അമേരിക്ക, കാനഡ, മെക്സിക്കോ. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ് 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്നത്. 2026 ഫിഫ ലോകകപ്പിനായി പുറത്തിറക്കിയ ഔദ്യോഗിക ബോർഡിന്റെ പേര് എന്താണ്? 2026 ഫിഫ ലോകകപ്പിനായി പുറത്തിറക്കിയ ഔദ്യോഗിക ബോർഡിന്റെ പേര് എന്താണ്? ട്രിയോണ്ടയാണ് 2026 ഫിഫ ലോകകപ്പിനായി പുറത്തിറക്കിയ ഔദ്യോഗിക ബോർഡിന്റെ പേര്. 2028 സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം? 2028 സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം? ലോസ് ഏഞ്ചൽസ് ആണ് 2028 സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം. 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? സ്കോട്ട്ലാൻഡ് ആണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? സൗദി അറേബ്യയാണ് 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026 ICC പുരുഷ T20 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏത്? 2026 ICC പുരുഷ T20 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് 2026 ICC പുരുഷ T20 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം. 2026 സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? 2026 സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം? ഇന്ത്യയാണ് 2026 സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം. നോർവേ ചെസ് ടൂർണമെന്റിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം? നോർവേ ചെസ് ടൂർണമെന്റിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം? ആർ പ്രജ്ഞാനന്ദയാണ് നോർവേ ചെസ് ടൂർണമെന്റിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം. 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രയാത്തലോൺ വിജയിക്കുന്ന ആദ്യ മലയാളിയായി മാറിയത് ആരാണ്? 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രയാത്തലോൺ വിജയിക്കുന്ന ആദ്യ മലയാളിയായി മാറിയത് ആര്? സുരേഷ് സാം ചാണ്ടിയാണ് 6 ഭൂഖണ്ഡങ്ങളിലും അയൺമാൻ ട്രയാത്തലോൺ വിജയിക്കുന്ന ആദ്യ മലയാളിയായി മാറിയത്. 2026 തോമസ് കപ്പ് ലോക പുരുഷ ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയ രാജ്യം ഏതാണ്? 2026 തോമസ് കപ്പ് ലോക പുരുഷ ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയ രാജ്യം ഏതാണ്? ചൈനയാണ് 2026 തോമസ് കപ്പ് ലോക പുരുഷ ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയ രാജ്യം. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം? 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? PR ശ്രീജേഷാണ് 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. സിംഗപ്പൂർ നാഷണൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടിയ മലയാളി താരം? സിംഗപ്പൂർ നാഷണൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടിയ മലയാളി താരം? സജൻ പ്രകാശാണ് സിംഗപ്പൂർ നാഷണൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടിയ മലയാളി താരം. പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് മീറ്റിൽ വനിതകളുടെ പോൾ വോൾട്ടിൽ 4.22 മീറ്റർ ചാടി പുതിയ റെക്കോർഡ് സ്വർണം നേടിയ താരം ആര്? പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക് മീറ്റിൽ വനിതകളുടെ പോൾ വോൾട്ടിൽ 4.22 മീറ്റർ ചാടി പുതിയ റെക്കോർഡ് സ്വർണം നേടിയ താരം ആരാണ്?
ഭരണിക ഇളങ്കോവൻ. ഭരണിക ഇളങ്കോവനാണ് പ്രഥമ ദേശീയ ഇൻഡോർ അത്ലറ്റിക് മീറ്റിൽ വനിതകളുടെ പോൾ വോൾട്ടിൽ 4.22 മീറ്റർ ചാടി പുതിയ റെക്കോർഡ് സ്വർണം നേടിയ താരം. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് 2025 ഫിഡെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2025 BCCIയുടെ ഓംബുഡ്സ്മാനായി നിയമിതനായത് ആരാണ്? 2025 BCCIയുടെ ഓംബുഡ്സ്മാനായി നിയമിതനായത് ആരാണ്? അരുൺകുമാർ മിശ്ര. അരുൺകുമാർ മിശ്രയാണ് 2025 BCCIയുടെ ഓംബുഡ്സ്മാനായി നിയമിതനായത്. 2024-25 സന്തോഷ് ട്രോഫി വിജയികൾ. 2024-25 സന്തോഷ് ട്രോഫി വിജയികൾ. വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളാണ് 2024-25 സന്തോഷ് ട്രോഫി വിജയികൾ. അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം. അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം ആരാണ്? സജൻ പ്രകാശ്. സജൻ പ്രകാശാണ് അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം. നിലവിലെ ലോക ചെസ് ചാമ്പ്യൻ. നിലവിലെ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ്. ഡി ഗുഗേഷാണ് നിലവിലെ ലോക ചെസ് ചാമ്പ്യൻ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആരാണ്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ഡി ഗുഗേഷ്. ഡി ഗുഗേഷാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം മനു ഭാക്കർ. മനു ഭാക്കറാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് സിംഗ്. ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ. ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അഞ്ജു ബോബി ജോർജ്. കാഴ്ച പരിമിതിയുള്ള വനിതകളുടെ ദേശീയ T20 മത്സരവേദി. കാഴ്ച പരിമിതിയുള്ള വനിതകളുടെ ദേശീയ T20 മത്സരവേദി കൊച്ചി. കൊച്ചിയിലാണ് കാഴ്ച പരിമിതിയുള്ള വനിതകളുടെ ദേശീയ T20 മത്സരവേദി. 70 പന്തിൽ സെഞ്ചുറി തികച്ച ഇന്ത്യൻ വനിതാ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡിന് ഉടമയായത് ആര്? 70 പന്തിൽ സെഞ്ചുറി തികച്ച ഇന്ത്യൻ വനിതാ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡിന് ഉടമയായത് ആരാണ്? സ്മൃതി മന്ദാന. ഡൽഹിയിലെ ഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കിരീടം നേടിയത്. ഡൽഹിയിൽ ഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കിരീടം നേടിയത് ഇന്ത്യ. ഇന്ത്യയാണ് ഡൽഹിയിൽ ഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കിരീടം നേടിയത്. 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം ആരാണ്? 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം ആരാണ്? അലക്സാണ്ടർ സ്വരേവ്. അലക്സാണ്ടർ സ്വരേവാണ് 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം. 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം ആരാണ്? 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം ആരാണ്? മിറ ആൻഡ്രീവ. മിറ ആൻഡ്രീവയാണ് 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം. 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം ആരാണ്? 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം ആരാണ്? കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ് ആണ്
2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം. 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം. 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം. കൊക്കോ ഗൗഫ്. കൊക്കോ ഗൗഫാണ് 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം. ഇന്ത്യ ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ്. ഇന്ത്യ ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? വിക്ടർ ആക്സൽസൺ. വിക്ടർ ആക്സൽസൺ ആണ് ഇന്ത്യ ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ്. ഇന്ത്യ ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ജേതാവ്. ഇന്ത്യ ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ജേതാവ്. ആൻ സെയിങ്. ആൻ സെയിങ് ആണ് ഇന്ത്യ ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ജേതാവ്. ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മൗളി. മൗളിയാണ് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമുകളുടെ മത്സര ചരിത്രവും ഭാവിയും ചർച്ച ചെയ്യുന്ന ഡോക്യുമെൻ്ററി. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമുകളുടെ മത്സര ചരിത്രവും ഭാവിയും ചർച്ച ചെയ്യുന്ന ഡോക്യുമെൻ്ററി. ദ ഗ്രേറ്റസ്റ്റ് റൈവൽറി ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. ദ ഗ്രേറ്റസ്റ്റ് റൈവൽറി ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാനാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമുകളുടെ മത്സര ചരിത്രവും ഭാവിയും ചർച്ച ചെയ്യുന്ന ഡോക്യുമെൻ്ററി. ദേശീയ സീനിയർ വോളിബോൾ പുരുഷ വിഭാഗം മത്സരത്തിലെ ജേതാക്കൾ. ദേശീയ സീനിയർ വോളിബോൾ പുരുഷ വിഭാഗം മത്സരത്തിൽ ജേതാക്കൾ ആയത്. കേരളമാണ് ദേശീയ സീനിയർ വോളിബോൾ പുരുഷ വിഭാഗം മത്സരത്തിലെ ജേതാക്കൾ. ദേശീയ സീനിയർ വോളിബോൾ വനിതാ വിഭാഗം മത്സരത്തിലെ ജേതാക്കൾ ആരാണ്? ദേശീയ സീനിയർ വോളിബോൾ വനിതാ വിഭാഗം മത്സരത്തിലെ ജേതാക്കൾ ആരാണ്? റെയിൽവേയാണ് ദേശീയ സീനിയർ വോളിബോൾ വനിതാ വിഭാഗം മത്സരത്തിലെ ജേതാക്കൾ. പാരാഒളിമ്പിക്സിൽ ചരിത്രത്തിൽ ഇന്ത്യയുടെ ആദ്യ ട്രാക്ക് മെഡൽ ജേതാവായത്. പാരാഒളിമ്പിക്സിൽ ചരിത്രത്തിൽ ഇന്ത്യയുടെ ആദ്യ ട്രാക്ക് മെഡൽ ജേതാവായത്. പ്രീതി പാലാണ് പാരാഒളിമ്പിക്സിൽ ചരിത്രത്തിൽ ഇന്ത്യയുടെ ആദ്യ ട്രാക്ക് മെഡൽ ജേതാവായത്. 2024 പാരാഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം. 2024 പാരാഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം ഏതാണ്? ചൈനയാണ് 2024 പാരാഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം. 2024 പാരാഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? 2024 പാരാഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? നവ്ദീപ് സിംഗ് ആണ് 2024 പാരാഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. 2 പാരാഒളിമ്പിക് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. 2 പാരാഒളിമ്പിക് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അവനി ലേഖരയാണ് 2 പാരാഒളിമ്പിക് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ICC പുരുഷന്മാരുടെ T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ICC പുരുഷന്മാരുടെ T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അർഷ്ദീപ് സിംഗിനെയാണ് ICC പുരുഷന്മാരുടെ T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരാസ് ആണ് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് എലീന റൈബാക്കിന.
എലീന റൈബാക്കിനെയാണ്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസ് നേടിയത് ആരാണ്? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? യാനിക് സിന്നറാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? മാഡിസൺ കീസ് ആണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. 2025 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ജേതാവ്. 2025 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ജേതാവ് ആരാണ്? യാനിക് സിന്നറാണ്. 2025 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ജേതാവ്. 2025 വിംബിൾഡൺ വനിതാ സിംഗിൾസ് ജേതാവ്. 2025 വിംബിൾഡൺ വനിതാ സിംഗിൾസ് ജേതാവ് ആരാണ്? ഇഗ സിയാറ്റെക് ആണ്. 2025 വിംബിൾഡൺ വനിതാ സിംഗിൾസ് ജേതാവ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 മികച്ച ടെസ്റ്റ് ക്രിക്കറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 മികച്ച ടെസ്റ്റ് ക്രിക്കറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ജസ്പ്രീത് ബുംറയാണ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 മികച്ച ടെസ്റ്റ് ക്രിക്കറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബദിര ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബദിര ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? പൃഥ്വി ഷേഖറാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബദിര ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ്. 2024 പാരാളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം. 2024 പാരാളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 6 മെഡലുകളാണ് 2024 പാരാളിമ്പിക്സിൽ ഇന്ത്യ നേടിയത്. 42,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തിയ ആദ്യ ഏഷ്യക്കാരൻ. 42,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? ജിതിൻ വിജയനാണ്. 42,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തിയ ആദ്യ ഏഷ്യക്കാരൻ. സാഹസിക കായിക രംഗത്തെ സംഭാവനകൾക്ക് നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരം. സാഹസിക കായിക രംഗത്തെ സംഭാവനകൾക്ക് നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരം ഏതാണ്? ടെൻസിംഗ് നോർഗെയാണ്. സാഹസിക കായിക രംഗത്തെ സംഭാവനകൾക്ക് നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരം. 38ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി. 38ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? ഡൽഹി ഹൈക്കോടതിയാണ്. 38ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ചത്. 38ാമത് ദേശീയ ഗെയിംസ് കേരളത്തിന്റെ ആദ്യ സ്വർണം നേടിയത് ആരാണ്? 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ആദ്യ സ്വർണം നേടിയത് ആരാണ്? സുഫ്ന ജാസ്മിനാണ്. 38ാമത് ദേശീയ ഗെയിംസ് കേരളത്തിന്റെ ആദ്യ സ്വർണം നേടിയത്. ഓസ്ട്രേലിയൻ ഓപ്പൺ മത്സര ഹാപ്പി ഇസ്ലാം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ മത്സരത്തെ ഹാപ്പി ഇസ്ലാം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? റോജർ ഫെഡററാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ മത്സരത്തെ ഹാപ്പി ഇസ്ലാം എന്ന് വിശേഷിപ്പിച്ചത്. US അത്ലറ്റിക് മാസികയായ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസിന്റെ 2024 മികച്ച പുരുഷ ജാവലിൻ താരത്തിനുള്ള റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ആരാണ്? US അത്ലറ്റിക് മാസികയായ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസിന്റെ 2024 മികച്ച പുരുഷ ജാവലിൻ താരത്തിനുള്ള റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ആരാണ്? നീരജ് ചോപ്രയാണ്. US അത്ലറ്റിക് മാസികയായ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസിന്റെ 2024 മികച്ച പുരുഷ ജാവലിൻ താരത്തിനുള്ള റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത്.
ഇലക്ട്രോണിക് വേസ്റ്റിൽ നിന്നും നിർമ്മിച്ച മെഡലുകളും പ്ലാസ്റ്റിക്കിൽ നിന്നും റീസൈക്കിൾ ചെയ്യുന്ന ജേഴ്സിയുമായി പരിസ്ഥിതി സൗഹാർദ്ദ ദേശീയ ഗെയിംസ് ആയത് ഏതാണ്? ഇലക്ട്രോണിക് വേസ്റ്റിൽ നിന്നും നിർമ്മിച്ച മെഡലുകളും പ്ലാസ്റ്റിക്കിൽ നിന്നും റീസൈക്കിൾ ചെയ്യുന്ന ജേഴ്സിയുമായി പരിസ്ഥിതി സൗഹാർദ്ദ ദേശീയ ഗെയിംസ് ആയത് ഏത്? 38ാമത് ദേശീയ ഗെയിംസ്. 38ാമത് ദേശീയ ഗെയിംസ് ആണ് ഇലക്ട്രോണിക് വേസ്റ്റിൽ നിന്നും നിർമ്മിച്ച മെഡലുകളും പ്ലാസ്റ്റിക്കിൽ നിന്നും റീസൈക്കിൾ ചെയ്യുന്ന ജേഴ്സിയുമായി പരിസ്ഥിതി സൗഹാർദ്ദ ദേശീയ ഗെയിംസ് ആയത്. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരം CK നായിഡു അവാർഡിന് അർഹനായത് ആരാണ്? ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരം CK നായിഡു അവാർഡിന് അർഹനായത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറാണ് CK നായിഡു അവാർഡിന് അർഹനായത്. 2026 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കിരീടം നേടിയ ടീം ഏതാണ്? 2026 IWL കിരീടം നേടിയ ടീം ഏതാണ്? ഈസ്റ്റ് ബംഗാൾ. ഈസ്റ്റ് ബംഗാളാണ് 2026 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കിരീടം നേടിയ ടീം. 2026 ഫുട്ബോൾ അസോസിയേഷൻ ചാലഞ്ച് കപ്പ് ജേതാക്കളായത് ആരാണ്? 2026 ഫുട്ബോൾ അസോസിയേഷൻ ചാലഞ്ച് കപ്പ് ജേതാക്കളായത് ആരാണ്? മാഞ്ചസ്റ്റർ സിറ്റി. മാഞ്ചസ്റ്റർ സിറ്റിയാണ് 2026 ഫുട്ബോൾ അസോസിയേഷൻ ചാലഞ്ച് കപ്പ് ജേതാക്കൾ. 2026 IPL ക്രിക്കറ്റ് ചാമ്പ്യന്മാർ. 2026 IPL ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് 2026 IPL ക്രിക്കറ്റ് ചാമ്പ്യന്മാർ. 2026 IPL ക്രിക്കറ്റ് മത്സരം ഫൈനൽ നടന്ന നഗരം ഏതാണ്? 2026 IPL മത്സരം ഫൈനൽ നടന്ന നഗരം ഏതാണ്? നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് IPL ഫൈനൽ നടന്നത്. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര്? 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര് എന്താണ്? ഡി ഗുഗേഷ്. ഡി ഗുഗേഷ് ആണ് 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരം. 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? എമിലിയാനോ മാർട്ടിനസ്. അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസ് ആണ് 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയത്. T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം? T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയാണ് T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. വിരമിക്കുന്നതിന് മുമ്പ് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ എത്ര റൺസ് നേടി? വിരമിക്കുന്നതിന് മുമ്പ് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ എത്ര റൺസാണ് നേടിയത്? 9230. 9230 റൺസാണ് വിരമിക്കുന്നതിന് മുമ്പ് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് നേടിയത്. 2026 ഏഷ്യൻ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? 2026 ഏഷ്യൻ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? ആയുഷ് ഷെട്ടി. ആയുഷ് ഷെട്ടിയാണ് 2026 ഏഷ്യൻ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയത്. നെതർലാൻഡ്സിലെ റോട്ടർഡാമിൽ നടന്ന NN മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ ദേശീയ റെക്കോർഡ് തിരുത്തിക്കുറിച്ച ഇന്ത്യൻ താരം ആര്? നെതർലാൻഡ്സിലെ റോട്ടർഡാമിൽ നടന്ന NN മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ ദേശീയ റെക്കോർഡ് തിരുത്തിക്കുറിച്ച ഇന്ത്യൻ താരം ആരാണ്? സാവൻ ബർവാൾ. സാവൻ ബർവാളാണ്
നെതർലാൻഡ്സിലെ റോട്ടർഡാമിൽ നടന്ന NN മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ ദേശീയ റെക്കോർഡ് തിരുത്തി കുറിച്ച ഇന്ത്യൻ താരം. അണ്ടർ 12 ലോക റാപ്പിഡ് ചെസ്സിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ആര്? അണ്ടർ 12 ലോക റാപ്പിഡ് ചെസ്സിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ്? AS ഷർവാനിക. AS ഷർവാനികയാണ് അണ്ടർ 12 ലോക റാപ്പിഡ് ചെസ്സിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം. വിമൻസ് കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ ജേതാവ് ആകുന്നതിലൂടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ യോഗ്യത നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരം ആരാണ്? വിമൻസ് കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ ജേതാവാകുന്നതിലൂടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ യോഗ്യത നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ്? R വൈശാലി. R വൈശാലിയാണ് വിമൻസ് കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ ജേതാവാകുന്നതിലൂടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ യോഗ്യത നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരം. രോഹിത് ശർമ്മയെ മറികടന്ന് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമായി മാറിയത് ആരാണ്? രോഹിത് ശർമ്മയെ മറികടന്ന് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമായി മാറിയത് ആരാണ്? സ്മൃതി മന്ദാന. സ്മൃതി മന്ദാനയാണ് രോഹിത് ശർമ്മയെ മറികടന്ന് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമായി മാറിയത്. T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം. T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം ആരാണ്? ഫിൻ അലൻ. ഫിൻ അലനാണ് T20 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം. ഒരു T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ ടീം. ഒരു T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ ടീം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ഒരു T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ ടീം. അഞ്ചാമത് ഓപ്പൺ ജംപ്സ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം ആര്? അഞ്ചാമത് ഓപ്പൺ ജംപ്സ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം ആരാണ്? അബ്ദുള്ള അബൂബക്കർ. അബ്ദുള്ള അബൂബക്കറാണ് അഞ്ചാമത് ഓപ്പൺ ജംപ്സ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം. ഇന്ത്യയുടെ ഇൻഡോർ ലോങ് ജമ്പിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച താരം ആര്? ഇന്ത്യയുടെ ഇൻഡോർ ലോങ് ജമ്പിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച താരം ആര്? ലോകേഷ് സത്യനാഥൻ. ലോകേഷ് സത്യനാഥനാണ് ഇന്ത്യയുടെ ഇൻഡോർ ലോങ് ജമ്പിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ചത്. ലോക ആർച്ചറി ഫെഡറേഷന്റെ 2025 മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആര്? ലോക ആർച്ചറി ഫെഡറേഷന്റെ 2025 മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? ശീതൾ ദേവി. ശീതൾ ദേവിയാണ് ലോക ആർച്ചറി ഫെഡറേഷന്റെ 2025 മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം. ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടന്ന 18ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം ഏത്? ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ 18ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് 18ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ സംസ്ഥാനം. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായ താരങ്ങൾ ആരൊക്കെയാണ്? ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായ താരങ്ങൾ ആരൊക്കെയാണ്? രാഹുൽ ദ്രാവിഡ്, മിതാലി രാജ്, റോജർ ബിന്നി. രാഹുൽ ദ്രാവിഡ്, മിതാലി രാജ്, റോജർ ബിന്നി എന്നിവരാണ് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായ താരങ്ങൾ. 2026 മാർച്ച് ഭീം ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ്? 2026 മാർച്ചിൽ ഭീം ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ്? MS ധോണി. MS ധോണിയാണ് 2026 മാർച്ചിൽ ഭീം ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഏറ്റവും അധികം മത്സരങ്ങൾ വിജയിച്ച താരമെന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത് ആരാണ്? ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഏറ്റവും അധികം മത്സരങ്ങൾ വിജയിച്ച താരമെന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. നൊവാക് ജോക്കോവിച്ചാണ്
ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഏറ്റവും അധികം മത്സരങ്ങൾ വിജയിച്ച താരമെന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന റെക്കോർഡും സ്വന്തമാക്കിയ താരം ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം ആരാണ്? വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം. വേൾഡ് അത്ലറ്റിക്സ് ഈ വർഷത്തെ ഏറ്റവും മികച്ച അത്ലറ്റുകളായി തിരഞ്ഞെടുത്തത് ആരെയൊക്കെയാണ്? വേൾഡ് അത്ലറ്റിക്സ് ഈ വർഷത്തെ ഏറ്റവും മികച്ച അത്ലറ്റുകളായി തിരഞ്ഞെടുത്തത് ആരെയൊക്കെയാണ്? അർമാൻ ഡുപ്ലാന്റീസ്, സിഡ്നി മക്ലോഗിൻ. അർമാൻ ഡുപ്ലാന്റീസിനെയും സിഡ്നി മാക്ലോഗിനെയുമാണ് വേൾഡ് അത്ലറ്റിക്സ് ഈ വർഷത്തെ ഏറ്റവും മികച്ച അത്ലറ്റുകളായി തിരഞ്ഞെടുത്തത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ആര്? പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ആരാണ്? ഹർമൻ പ്രീത് കൗർ. ഹർമൻ പ്രീത് കൗറാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത്. ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് നടന്ന പ്രസിഡൻസ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ജേതാവായ മലയാളി. ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് നടന്ന പ്രസിഡൻസ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ജേതാവായ മലയാളി താരം ആരാണ്? നിഹാൽ സരീൻ. നിഹാൽ സരീനാണ് ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് നടന്ന പ്രസിഡൻസ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ജേതാവായ മലയാളി.